Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ടൈം ടേബിൾ വന്നതിന് ശേഷം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിനുള്ള കാരണം ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തതാണ്. 19-ാം തീയതിയാണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ള ടൈം ടേബിളും വന്നു കഴിഞ്ഞു. ബട്ട് SDE സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ക്ലാസ് അവസാനിക്കുന്നത് 24-ാം തീയതിയാണ്. സോ കോൺടാക്ട് ക്ലാസ് ഫിനിഷ് ചെയ്യാണ്ട് എങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യും? ഇതാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. ഇതിനു മുമ്പും ഇങ്ങനെ അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ യൂണിവേഴ്സിറ്റി എക്സാം ആ ഒരു ടൈമിൽ പോസ്റ്റ്പോൺ ചെയ്യാനുണ്ടായിട്ടുള്ളത്. സോ അതുപോലെ തന്നെ സംഭവിക്കുകയോ അതല്ല വേറെ എന്തെങ്കിലും രീതിയിൽ കോൺടാക്ട് ക്ലാസ് മുന്നോട്ട് വേറൊരു ഡേറ്റിലോട്ടോ ആക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. സോ അറ്റ് പ്രസൻറ്റ് നമുക്ക് വന്നിട്ടുള്ള ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ആദ്യം പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ SDU ഉണ്ട്, അതുപോലെ തന്നെ റെഗുലർ അഫിലിയേറ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നോക്കാം. നമുക്ക് ടൈം ടേബിൾ ഫോർ ദി ഫസ്റ്റ് സെമസ്റ്റർ MCOM റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ CBCSS PG November 2023 2019 scheme 2020 admission onwards for the candidates of affiliated colleges. മോർണിംഗ് ആണ് എക്സാം വരുന്നത്, 10 മണി തൊട്ടിട്ട് 1 മണി വരെ എക്സെപ്റ്റ് ഫ്രൈഡേ. ദെൻ ഫ്രൈഡേയിൽ 9:30 AM to 12:30 PM. ടോട്ടൽ വെയിറ്റേജ് 30. ബാർകോഡ് ബേസ്ഡ് ആണ് എക്സാം. 19-ാം തീയതിയാണ് ആദ്യത്തെ എക്സാം ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി. 21st നെക്സ്റ്റ് എക്സാം കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. 23rd QT പേപ്പർ വരുന്നു. ദെൻ 26th മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ലാസ്റ്റ് എക്സാം വരുന്നു അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെയാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ആണെങ്കിലും സെയിം ഡേറ്റ് തന്നെയാണ് എക്സാമിൻ്റെ വരുന്നത്. താഴെ ഞാൻ അതും കൂടിയും പറയുന്നു. ടൈം ടേബിൾ ഫോർ ദി ഫസ്റ്റ് സെമസ്റ്റർ SDEയുടെ രണ്ടിനെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെയിം ഡേറ്റ്, കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. ആകെ കൂടിയിട്ട് ഒരു 20 minutes ഇൻറ്റേർണലിൻ്റെ ആ ടൈം മാത്രം കൂടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട് ടൈം ഓഫ് എക്സാമിനേഷൻ. സോ അങ്ങനെ നമ്മുടെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ. ഞാൻ ഇതുവരെയുള്ള ബേസിൽ പറയുകയാണെങ്കിൽ കോൺടാക്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എക്സാം വന്നിട്ടുള്ളത്. സോ 19-ാം തീയതി തന്നെ ഒരു ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദെൻ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അധികം മാറ്റമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾ വേണമെങ്കിൽ ആ SDEയുടെ കോൺടാക്ട് ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റ് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടോ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ 19-ാം തീയതി എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം എന്നാലേ നമ്മുടെ പഠനം സേഫ് ആവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഓരോ പാർട്ടിലും ഉറപ്പായും വരുന്ന ചോദ്യങ്ങൾ. അതുമാത്രമല്ല 5 സബ്ജക്ട്സിനും നമ്മൾ MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 3 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 2 തിയറി പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 പേപ്പറിൻ്റെയും ഫസ്റ്റ് സെമസ്റ്ററിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. സബ്ജക്റ്റ് വൈസും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇനി ആദ്യമായിട്ട് MCOM എഴുതുന്ന കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം. എന്തായാലും ഞാൻ പറയുന്നു, ഡിഗ്രിക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്ത ആ രീതി നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യരുത്. കുറച്ചും കൂടിയും ഡെപ്തിൽ പഠിക്കാനുണ്ട്. അപ്രോച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. BCom BBA അല്ല, MCOM ആണ്. അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാം എന്ന് പറയണത് ഇതിൻ്റെ ഒരു ബേസിൽ. ബട്ട് 19-ാം തീയതി തന്നെ എക്സാം ഉണ്ടാകും എന്ന് വിചാരിച്ച് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തോളൂ. എന്തായാലും ഇപ്പോൾ 3rd സെമസ്റ്ററിൻ്റെ MCOMൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലത്തെ ക്ലാസ്സസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.